صلى الله عليه وسلم ما أدخل رجل على مؤمن سرورا إلا خلق الله عز وجل من ذلك السرور ملكا يعبد الله عز وجل ويوحده. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയും, മാ ദഖല റജുലുൻ അലാ മുഅ്മിനിൻ സുറൂറ, ഏതൊരാൾ മറ്റൊരാൾക്ക്, ഒരു മുഅ്മിനായ മനുഷ്യൻ മറ്റൊരു മുഅ്മിന് സന്തോഷമുണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നുവോ, ഇല്ലാ ഖലഖല്ലാഹു അസ്സ വജല്ല മിൻ ദാലിക സുറൂറി മലക, ആ സന്തോഷത്തിൽ നിന്ന് ഒരു മലക്കിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിക്കും. യഅബുദുല്ലാഹ അസ്സ വജല്ല വയുവഹിദുഹു, അല്ലാഹുവിനെ ആരാധന അർപ്പിക്കുന്ന, അല്ലാഹുവിന്റെ തൗഹീദ് വിളിച്ചു പറയുന്ന ഒരു മലക്കിനെ അല്ലാഹു ആ സന്തോഷത്തിൽ നിന്ന് സൃഷ്ടിക്കും. ഒരു മനുഷ്യന് നമ്മൾ സന്തോഷം ഉണ്ടാക്കി കൊടുക്കുക എന്നത് ഭൂമി ലോകത്ത് നമുക്ക് ഉപകാരമാണ്, ആഖിറത്തിലും ഉപകാരമാണ്. ദുനിയാവിലുള്ള ഉപകാരം, ഒരാളെ കാണുമ്പോൾ നമ്മൾ സലാം പറയുന്നു, അയാളുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നു, അയാൾക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമ്പോൾ അയാളെ സഹായിക്കും. ഇതൊക്കെ ചെയ്താൽ തിരിച്ച് നമുക്ക് ദുനിയാവിൽ നിന്ന് തന്നെ കിട്ടും. ദുനിയാവിൽ നമ്മളെ കാണുമ്പോൾ സലാം പറയും, നമ്മളെ കാണുമ്പോൾ പുഞ്ചിരിക്കും, നമ്മളോട് ഇടപഴകും, അപ്പോൾ നമുക്കും സന്തോഷം ഉണ്ടാവും. അപ്പൊ ദുനിയാവിൽ തന്നെ അതിന്റെ ഉപകാരമുണ്ട്. ഇനിയോ ആഖിറത്തിൽ അതിന്റെ ഉപകാരമാണ് പറയുന്നത്. ഫഇദാ സറൽ അബ്ദു ഫീ ഖബ്രിഹി, ഈ ദുനിയാവിൽ നിന്ന് മരിച്ചുപോയി അവൻ ഖബറിലെത്തുന്നു, ആ ദിവസം അതാഹു ദാലിക സുറൂർ, ആ സന്തോഷം ഒരു മലക്കിന്റെ രൂപത്തിൽ അവന്റെ ഖബറിൽ വരുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഫയഖൂൽ, എന്നിട്ട് ആ മലക്ക് പറയാൻ, മാ തഅരിഫുനി, എന്നെ നിനക്കറിയുമോ? ഫയഖൂലു ലഹു മൻ അൻത, നീ ആരാണ്? പരിചയമില്ലല്ലോ, നമുക്ക് പരിചയം ഉണ്ടാവില്ല. ആ മലക്ക് വന്നിട്ട് ചോദിക്കും, ഞാൻ ആരാണ്? എനിക്കറിയൂല, ആരാണ് താങ്കളെന്ന് പറയൂ. അപ്പോൾ പറയും, ഫയഖൂൽ അന സുറൂറുല്ലദീ അദ്ഖൽതനി അലാ ഫുലാനി, ഞാൻ എന്ന വ്യക്തി, ആ വ്യക്തിക്ക് നീ സന്തോഷം പകർന്നു കൊടുത്തില്ലേ, ആ സന്തോഷമാണ് ഞാൻ. ഒരാൾ രോഗിയായി കിടന്നപ്പോ ആ രോഗിയുടെ അടുക്കൽ ചെന്ന് രോഗിയോട്, അതൊന്നും സാരമില്ല, അങ്ങനെയുള്ള രോഗമൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട്, അന്ന് കുറേയൊക്കെ പ്രയാസം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, പക്ഷെ അതൊക്കെ റിക്കവറായി വന്നില്ലേ, അതൊക്കെ റിക്കവറാവുന്ന വിഷയമല്ല, അന്ന് പ്രയാസമല്ല, ഇപ്പോഴത്തെ ട്രീറ്റ്മെന്റ് ഒക്കെ ഫലിക്കും ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ആശ്വാസമായിരുന്നു. അല്ലെങ്കിൽ എന്തോ വലിയ തകർച്ച നേരിട്ട സമയത്ത് അയാളെ കൈ പിടിച്ചുകൊണ്ട്, നീ പേടിക്കണ്ട, ഞാനുണ്ട് നിന്റെ കൂടെ, ഞാനുണ്ട്, അത് നമുക്ക് സോൾവ് ചെയ്യാം, ഇത് വിഷയമല്ല എന്ന് പറഞ്ഞ അയാൾക്ക് ഒരു മനോധൈര്യം നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. അയാൾക്ക് വലിയ സന്തോഷം. ആ സന്തോഷം ഒരു മലക്കിന്റെ രൂപത്തിൽ നാളെ നമ്മെ സമീപിക്കുമെന്നാണ് റസൂലുള്ളാഹി. എന്നിട്ട് ആ മലക്ക് പറയുന്ന വർത്തമാനങ്ങൾ, അനൽ യൗമ, തീർച്ചയായും ഇന്നത്തെ ദിവസം, ഊനിസ് വഹ്ശതക, നീ ഒറ്റക്കല്ല, ഞാനുണ്ട് നിന്റെ കൂടെ, ഞാനുണ്ട്, നീ ടെൻഷൻ അടിക്കണ്ട, നീ കാരണം പലരെയും ടെൻഷൻ അകറ്റിയ വ്യക്തിയാണ്, അതുകൊണ്ട് ഇന്ന് നീ ഒറ്റക്കാണ് ഇപ്പൊ ഇവിടെ നിന്ന് നീ വിചാരിക്കണ്ട, ഞാനുണ്ട് നിന്റെ കൂടെ, നിനക്ക് ഈനാസായി, നിനക്ക് സന്തോഷം നൽകാൻ ഞാൻ എത്തിയതാണ്. നിനക്ക് പറയാനുള്ള മറുപടിയൊക്കെ ഞാൻ പറഞ്ഞു തരാം. നമ്മള് തൽക്കീൻ ചൊല്ലിക്കൊടുക്കുമല്ലോ, ആ തൽക്കീൻ ഞാൻ പറഞ്ഞു തരാം, നീ പേടിക്കേണ്ട, മലക്കുകൾ വരട്ടെ, ഞാൻ പറഞ്ഞുതരാം. പൂർണ്ണമായി ഞാൻ നിന്നെ നിലനിർത്തി തരാം എന്ന് പറഞ്ഞാൽ നിനക്ക് ഞാൻ മനോധൈര്യം, അത് ഞാൻ ഉണ്ടാക്കി തരാം, പേടിക്കണ്ട, ഞാനുണ്ട് നിന്റെ കൂടെ. ഖിയാമത്ത് നാളിൽ ഉണ്ടാകാൻ പോകുന്ന ഭയവിഹ്വലതകൾ, അവിടെ ഞാൻ ഉണ്ടാവും നിന്റെ കൂടെ. നിന്റെ റബ്ബിനോട് ഞാൻ, പടച്ചവനോട് ഞാൻ സാക്ഷിത്വം നിർവഹിക്കുകയും നിന്റെ കയ്യിൽ നിന്ന് വല്ല അബദ്ധവും വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഞാൻ പടച്ച റബ്ബിനോട് പറഞ്ഞ് നിനക്ക് വേണ്ടി ഞാൻ സാക്ഷിത്വം നിർവഹിച്ച് നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം. എന്ന് മാത്രമല്ല, നിന്റെ സ്വർഗത്തിൽ നിന്നുള്ള സ്ഥാനം കണ്ടിട്ട് ഞാൻ നിന്നിൽ നിന്ന് വേർപിരിയുമെന്ന് ആ മലക്ക് പറയുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. വേറൊരു മനുഷ്യന് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്ന സന്തോഷം കൊണ്ട് കിട്ടുന്ന ലാഭം നിങ്ങൾ ആലോചിച്ചു നോക്കും. ഒരാളെ കാണുന്ന സമയത്ത് എന്തൊക്കെ വെറുതെ മുഖത്തുനിന്ന് നല്ല തെളിച്ചുണ്ടല്ലോ, എന്ന് റാഹത്തുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മലക്കിനെ അതുകൊണ്ട് സൃഷ്ടിക്കുന്നവർ തങ്ങൾ പറയാൻ വളരെ സിമ്പിളായ കാര്യമാണ്. ഒരാളെ കാണുമ്പോൾ ഒന്ന് പുഞ്ചിരിച്ചാൽ ആ പുഞ്ചിരി ചിലപ്പോൾ അയാൾക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അയാൾക്ക് വലിയ റാഹത്തായിട്ടുണ്ടാവും. ഒന്ന് സലാം പറഞ്ഞാൽ ഈ ദുനിയാവിൽ നമുക്ക് ഉപകാരമാണ്, ആഖിറത്തിൽ അതിനേക്കാൾ വലിയ ഉപകാരം കിട്ടുമെന്നാണ്. അപ്പൊ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുക. ചെറിയ കുഞ്ഞുമക്കൾ ഉണ്ടാകും, ആ കുഞ്ഞുമക്കൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുക്കുക, അവർക്ക് മിഠായി വാങ്ങിച്ചു കൊടുക്കുക, വലിയ സന്തോഷമായിരിക്കും അല്ലേ? അപ്പൊ അതൊക്കെ ആ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഹൃദയത്തിൽ നമ്മൾ എന്തൊക്കെ വിഷയത്തിൽ സന്തോഷം ഉണ്ടാക്കുന്നു, ആ സന്തോഷം കൊണ്ട് നമുക്ക് ആഖിറത്തിൽ വലിയ രക്ഷയാണ്. അതുകൊണ്ട് സന്തോഷം ഉണ്ടാക്കുന്നവരാകും, മറ്റുള്ളവർക്ക് വെറുപ്പുണ്ടാക്കുന്ന സ്വഭാവത്തിന്റെ ഉടമകളാവാതിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്നവരാക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ.
പടച്ചോനെ ഞങ്ങൾ പറഞ്ഞിരുന്നതും കേൾക്കുന്നതും എല്ലാം നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇസിന്റെ സവാബ് ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ഉസ്താദുമാരുടെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹ്. അവരെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. അവർക്ക് മഗ്ഫിറത്ത് റഹ്മത്ത് നൽകണേ അല്ലാഹ്. അവർക്ക് സ്വർഗ്ഗം നൽകണേ അല്ലാഹ്. നരകം ഹറാമാക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്കും ഞങ്ങൾക്കും ദീർഘായുസ്സും ആഫിയത്തോടെ പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഞങ്ങൾ മരിക്കുമ്പോൾ ഞങ്ങൾ ആക്കിയെടുത്ത് നന്നാക്കണേ അല്ലാഹ്. ഈമാൻ സലാമത്ത് നൽകണേ റഹ്മാൻ. റഹീമായ റബ്ബേ, ഇന്നത്തെ ദിവസം സുഖപരിമാണത്തിനെത്തിയ സർവ്വ മുഅ്മിനീങ്ങൾക്കും നീ ഖൈർ നൽകണേ അല്ലാഹ്. ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. അവരെ വിഷമങ്ങൾ അകറ്റണേ അല്ലാഹ്. എല്ലാ ഖൈറിന്റെ വാതിലും അവർക്ക് തുറന്നു കൊടുക്കണേ അല്ലാഹ്. ശർറിന്റെ വാതിലുകൾ അടച്ചു കളയണേ അല്ലാഹ്. പടച്ചോനെ, ഇന്നത്തെ ദിവസം നിങ്ങളുടെ ഖദർക്കതായി വല്ല വിപത്തും വിധിച്ചുവെങ്കിൽ എല്ലാം ഈ ദുആ സ്വീകരിച്ച് നീ തട്ടിക്കളയണേ അല്ലാഹ്. ഒരുപാട് ഖൈറായ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാവാൻ അവസരം നൽകണേ അല്ലാഹ്. ലോകത്തിന്റെ വിവിധ ദിക്കുകളിൽ പീഡിതരായി കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾ പടച്ചോനെ, അവർക്ക് നീ രക്ഷ നൽകണേ അല്ലാഹ്. നീ നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് ഹിമായത്ത് നൽകണേ റഹ്മാൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته. وعليكم